ഷാഫി കേമാണ്. ഞാനിപ്പോൾ ഉള്ളത് കാട്ടിക്കുളം ബേഗൂർ കോളനി. ഇവര് ട്രൈബൽസ് പെട്ടല്ലേ, ട്രൈബ് കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വെള്ളമല്ല കുടിക്കാൻ. ഈ മഴക്കാലത്ത് പോലും ഇവര് ആ തലക്ക ദൂരത്തുനിന്ന് വീട്ടിൽ നിന്ന് വണ്ടി ക്രോസ് ചെയ്തത് ആനത്താരിയുള്ള സ്ഥലമാണ്, ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആന ഇറങ്ങുന്ന സ്ഥലത്ത് പോലും ഇവർക്ക് സുരക്ഷിതമായിട്ട് ഒരു കുടിവെള്ളത്തിന് പോലും വളരെ പ്രയാസം. ഈ അമ്മക്ക് നിലവിൽ വാതാസുഖമുണ്ട്, വെള്ളം കൊണ്ടുവരാൻ പ്രായം ഒന്നും കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട ഈ ഭാഗത്തുള്ള വാർഡ് മെമ്പർമാരോ കൗൺസിലോ ആരാണെങ്കിലും ബന്ധപ്പെട്ട് ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം. നമുക്ക് എന്താ ഇതിൽ പറയാനുള്ളത്? ഞാൻ അവരോട് പറഞ്ഞതാണ് സാറേ, നമ്മ വെള്ളത്തിനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സുഖമില്ലാത്ത എനിക്ക് എന്നെ ചിലപ്പോ തീരെ വയ്യണ്ടായി പോയാല് എന്ത് ചെയ്യാൻ പറ്റൂ. അപ്പൊ എനിക്ക് വെള്ളം കൊണ്ട് തരാൻ ആരുമില്ല, ഞാൻ തന്നെ പോയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പൊ എത്ര പെട്ടെന്ന് ശരിയാക്കാൻ നമ്മൾ സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. എത്ര കാലമായിട്ട് വെള്ളം? ഇപ്പൊ നമുക്ക് കുറെ വർഷങ്ങളായി വെള്ളമല്ല. ഇവിടെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ പല ആൾക്കാർ ശ്രദ്ധിക്കുന്നു, 2 കുടം വെള്ളം ഉണ്ടായ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം തീരും. ഒന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിക്കും. വെറും വോട്ട് ചെയ്ത് പോവാ, ജനങ്ങളുടെ കാര്യം നോക്കാതെ നിങ്ങൾ കാര്യങ്ങൾ മാത്രം നടത്തുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായത്. ഇവര് നമ്മളെ പോലെ മനുഷ്യരാണ്. ഈ പ്രായമുള്ള അമ്മ നടന്നു പോകണം. ആനുള്ള ശല്യം ഉണ്ട് അവിടെ, ഇതൊക്കെ ആന ശല്യമാണ്, സ്ഥിരമായിട്ട് ആനുള്ള ശല്യമാണ്. അതുകൊണ്ടാണ് ഈ വെയിലൊക്കെ കിട്ടിയല്ലേ അവിടെ. ഇത് എന്താ പിന്നെ കറണ്ട് ആന വരാതെ. അപ്പം അതുകൊണ്ട് ഇവരൊക്കെ സുരക്ഷിതങ്ങൾ പാലിക്കണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.